Dear students, today we will discuss 14th chapter, Coordination and Controlling. കോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകോപനം. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഏകോപനം എന്നാണ്. അപ്പൊ എന്തൊക്കെയാണ് ഏകോപനം? അതിന്റെ ഏകോപനവും അതേപോലെ തന്നെ കൺട്രോളിങ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്, ഏകോപനവും നിയന്ത്രിക്കലും, അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ അഡ്വാൻറ്റേജസ് ഓഫ് കോർഡിനേഷൻ. എന്താണ് കോർഡിനേഷന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കോർഡിനേഷന്റെ നേട്ടം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. കോർഡിനേഷൻ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത്. അതിലൊന്നാമത് ആധുനിക ബിസിനസ് സ്ഥാപനങ്ങൾ വലിപ്പമേറിയവയാണ്. അപ്പോൾ നമുക്കറിയാം, ഭീമമായ തുക മൂലധനം നിക്ഷേപമായി വേണ്ടിവരും, ധാരാളം യന്ത്രങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ ഒട്ടേറെ പേർ പണിക്ക് നിയമിക്കപ്പെടും. ഇത് നിയന്ത്രണത്തെ സങ്കീർണമാക്കുന്നു. നാനാതരം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന പല യൂണിറ്റുകളും ഉണ്ടാവും. ഇവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കാര്യക്ഷമമായൊരു കൺട്രോൾ സംവിധാനം ആവശ്യമാണ്. സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സംഘടനയുടെ വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ഏകോപനം. വൈവിധ്യത്തിന്റെ ഐക്യം, വൈദഗ്ധ്യവൽക്കരണം, ലക്ഷ്യങ്ങളുടെ അനുരഞ്ജനം എന്നിവ ഏകോപനത്തിന്റെ ഗുണങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും കോർഡിനേഷന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈവിധ്യത്തിന്റെ ഐക്യം, അതേപോലെ തന്നെ വൈവിധ്യവൽക്കരണം, പിന്നെ അതേപോലെ തന്നെ ലക്ഷ്യങ്ങളുടെ അനുരഞ്ജനം. ഇനി നമ്മൾ പറയുന്നത് ഏകോപനത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ്. അംഗീകരിച്ച പ്ലാനുകൾ, നൽകിയ നിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ച് എല്ലാം സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് നിയന്ത്രിക്കൽ. തെറ്റുകളും ദൗർബല്യങ്ങളും ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കാറാക്കുകയും അവ ആവർത്തിക്കുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രോളിംഗ്: ജോലിയുടെ പുരോഗതി അറിയൽ, യഥാർത്ഥത്തിൽ ചെയ്ത ജോലി എത്രയെന്ന് അറിയൽ, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടും അധ്വാനം കൊണ്ടും ചെലവ് കൊണ്ടും ഉദ്ദിഷ്ട ഫലം നേടാനാവാതെ വന്നാൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കൽ, വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ, ജോലി നിർവഹണം മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രോളിങ്ങിൽ പറയുന്നത് ഒന്നാമതായിട്ട് ജോലിയുടെ പുരോഗതി, അതായത് എന്തുമാത്രം പുരോഗതി ജോലിയിലുണ്ടായി, ജോലിയുടെ പുരോഗതി അറിയല്, പിന്നെ യഥാർത്ഥത്തിൽ ചെയ്ത ജോലി എത്രയെന്ന് അറിയല്, പിന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടും അധ്വാനം കൊണ്ടും ചെലവ് കൊണ്ടും ഉദ്ദിഷ്ട ഫലം നേടാനാകാതെ വന്ന തിരുത്തൽ നടപടികൾ സ്വീകരിക്കല്, പിന്നെ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ, ജോലി നിർവഹണം മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ കോർഡിനേഷന്റെ ഗുണങ്ങളും അതേപോലെ തന്നെ കോർഡിനേഷന്റെ സ്വഭാവ സവിശേഷതകളുമാണ് നമ്മളിപ്പോ പറഞ്ഞത്. കോർഡിനേഷന്റെ ഗുണങ്ങളും അതേപോലെ കോർഡിനേഷന്റെ സ്വഭാവ സവിശേഷതകളും. ഇനി പറയുന്നത് എന്താണ് ഡീവിയേഷൻ ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ ഡീവിയേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൺട്രോൾ. ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യതിയാനം എന്ന് പറയും. അപ്പൊ നിയന്ത്രിക്കലിന്റെ വ്യതിയാനം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥ ഫലവും നിശ്ചയിച്ച നിലവാരങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യതിയാനം. അതായത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതും എന്നാൽ റിയൽ ആയിട്ട് സംഭവിച്ചതും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വ്യതിയാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് അടുത്തതാണ്, എന്താണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ കൺട്രോളിംഗ്? അംഗീകരിച്ച പ്ലാനുകൾ, നൽകിയ നിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ച് എല്ലാം സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് നിയന്ത്രിക്കൽ. തെറ്റുകളും ദൗർബല്യങ്ങളും ചൂണ്ടിക്കാട്ടി അവ പരിഹരിക്കാറാക്കുകയും അവ ആവർത്തിക്കുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം, നിർദ്ദേശിച്ച പ്രകാരം, നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാം സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാല്. പിന്നെ തെറ്റുകളും ദൗർബല്യങ്ങളും ചൂണ്ടിക്കാട്ടി അവ പരിഹരിക്കാറാക്കുകയും അതേപോലെ തന്നെ അവ ആവർത്തിക്കുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. ഇനി കൺട്രോളിന്റെ പ്രക്രിയ, പ്രോസസ് ഓഫ് കൺട്രോളിങ്ങിനെ കുറിച്ചാണ്, അതായത് കൺട്രോളിന്റെ പ്രക്രിയകളെ കുറിച്ചാണ് പറയുന്നത്. നിയന്ത്രണ പ്രക്രിയകൾ 4 എണ്ണാണുള്ളത്. അതിലൊന്നാമത്തെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ, അതായത് കൺട്രോളിങ്ങിന്റെ പ്രധാനപ്പെട്ട പ്രോസസ്സ്. അതിലൊന്നാമത് പറയുന്നത് സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ. ജോലി നിർവഹണത്തിന്റെ യഥാർത്ഥ ഫലത്തെ
അളന്ന് നോക്കാനുള്ള ഒരു മാനദണ്ഡമാണ് സ്റ്റാൻഡേർഡ്. അതായത് ജോലി നിർവഹിക്കുന്നതിന്റെ യഥാർത്ഥ ഫലത്തെ അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡുകൾ ലളിതവും ജീവനക്കാരുമായി ചർച്ച ചെയ്ത് നിശ്ചയിച്ചതുമാകുന്നു. പിന്നെ ജോലി നിർവഹണം അളക്കൽ. വ്യക്തികൾ, ഗ്രൂപ്പുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയവയുടെ ജോലി നിർവഹണം അളക്കുക എന്നതാണ് നിയന്ത്രണ പ്രക്രിയയിലെ രണ്ടാമത്തെ പടി. ചെയ്ത ജോലിയിൽ പരിഹരിച്ച ഫലവും വിലയിരുത്തുക എന്നതാണ് ഇതിന് അർത്ഥം. പിന്നെ നിശ്ചിത സ്റ്റാൻഡേർഡുമായി ജോലി നിർവഹണത്തെ താരതമ്യപ്പെടുത്തൽ. ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. പാളിച്ചകൾ എത്രത്തോളം എന്ന് കണ്ടുപിടിക്കൽ, അതിന്റെ കാരണം കണ്ടെത്തൽ, അതേപോലെ തന്നെ ജോലി നിർവഹണം സ്റ്റാൻഡേർഡിനോടൊപ്പം എത്തിയിട്ടില്ലെങ്കിൽ എത്രത്തോളം പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഗുരുതരമായ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കണം. പിന്നെ തിരുത്തൽ നടപടികൾ. തിരുത്തൽ നടപടികളിൽ പറയുന്നത് സ്വീകരിക്കൽ, പ്ലാനിങ്ങിൽ ആവശ്യമായ മാറ്റം വരുത്തൽ, ലക്ഷ്യങ്ങളോ സ്റ്റാൻഡേർഡോ മാറ്റി നിശ്ചയിക്കൽ, ചുമതലകൾ മാറ്റി നൽകൽ തുടങ്ങിയവ ഇതിൽ പെടുമെന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കൺട്രോളിങ്ങിനെ മാനേജ്മെന്റിന്റെ അന്തസത്ത എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ധർമ്മങ്ങളുടെ സത്തയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് അടുത്ത ടോപ്പിക്ക് നമ്മൾ പറയുന്നത്. അതായത് ആധുനിക ബിസിനസ് സ്ഥാപനങ്ങൾ വലിപ്പമേറിയവയാണ്. അപ്പൊ അതിന് നമുക്കറിയാം, അതിന് ഭീമമായ തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, മൂലധനം നിക്ഷേപമായി നടത്തേണ്ടി വരും. അപ്പൊ ധാരാളം യന്ത്രങ്ങൾ ഉണ്ടാകും, ഒട്ടേറെ പേർ പണിക്ക് നിയമിക്കപ്പെടും. ഇത് നിയന്ത്രണത്തെ സങ്കീർണമാക്കുന്നു. നാനാതരം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന പല യൂണിറ്റുകളും ഉണ്ടാകും. ഇവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കാര്യക്ഷമമായ ഒരു കൺട്രോൾ സംവിധാനം ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ്, ഈ പ്ലാനിങ്ങും കൺട്രോളിങ്ങും നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റൂല എന്ന് പറയുന്നത്. അതായത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും വേർതിരിച്ച് നിർത്താനായിട്ട് പറ്റാത്ത അതാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അതിലെ ഒന്നാമതായിട്ട് പറയുന്നത്, അതേപോലെ കൺട്രോളിങ്ങിന്റെ, അതിന് മുമ്പ് നമ്മളൊരു ഇത് പറയാൻ വിട്ടു, കൺട്രോളിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ. അതില് ഒന്നാമതായിട്ട് പറയുന്നത് ജോലിയുടെ പുരോഗതി അറിയൽ, അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ചെയ്ത ജോലി എത്രയെന്ന് അറിയൽ, പിന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടും അധ്വാനം കൊണ്ടും ചെലവ് കൊണ്ടും ഉദ്ദിഷ്ട ഫലം നേടാനാകാതെ വന്നാൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കൽ, പിന്നെ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കൽ, ജോലി നിർവഹണം മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് കൺട്രോളിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നിയന്ത്രിക്കലിന്റെ പ്രാധാന്യം. സ്റ്റേറ്റ് എനി 2 റീസൺസ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോൾ. നിയന്ത്രിക്കലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യശേഷി. നിശ്ചിത പ്ലാൻ കാര്യക്ഷമമായും ഫലപ്രദമായും നടപ്പാക്കുന്നതിന് നിയന്ത്രണം കൂടിയേ തീരൂ. പിന്നെ അധികാരം ഏൽപ്പിക്കൽ. അധികാരം ഏൽപ്പിക്കുമ്പോൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ തങ്ങൾ പങ്കാളികളാണെന്ന ബോധം ജീവനക്കാർക്കുണ്ടാകും. പിന്നെ ഭാവി നടപടിക്ക് അടിസ്ഥാനം. നിയന്ത്രണം ഭാവി നടപടികൾക്ക് അടിസ്ഥാനം പ്രദാനം ചെയ്യുന്നു. തീരുമാനമെടുക്കൽ സൗകര്യം. യഥാർത്ഥത്തിലുള്ള ജോലി നിർവഹണം നിശ്ചിത സ്റ്റാൻഡേർഡിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴെല്ലാം ഭാവിയിലെ കർമ്മമാർഗം നിശ്ചയിക്കാൻ നിയന്ത്രണം സഹായിക്കുന്നു. പിന്നെ മേൽനോട്ടം ലളിതമാക്കുന്നു. നിയന്ത്രണം ജീവനക്കാരെ നിലയ്ക്ക് നിർത്തുന്നു, അതിനാൽ അച്ചടക്കം ഉണ്ടാക്കുന്നു. തൽഫലമായി മേൽനോട്ടം സുഗമമാകുന്നു. പിന്നെ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കൽ. ജോലി നിർവഹണത്തിനുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാനും അവ വേഗം പരിഹരിക്കുമെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതിനാൽ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു. നിയന്ത്രണ പ്രക്രിയയിൽ 4 പടികളാണ് ഉള്ളത്. അത് നമ്മൾ പറഞ്ഞു, കൺട്രോളിങ്ങിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ കൺട്രോളിങ്ങിന്റെ ഇതിൽ 4 പടികൾ. അതിൽ ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ. ജോലി നിർവഹണത്തിന്റെ യഥാർത്ഥ ഫലത്തെ അളന്ന് നോക്കാനുള്ള ഒരു മാനദണ്ഡമാണ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡുകൾ ലളിതവും ജീവനക്കാരുമായി ചർച്ച ചെയ്ത് നിശ്ചയിച്ചതുമാകുന്നു. പിന്നെ ജോലി നിർവഹണം അളക്കൽ. വ്യക്തികൾ, ഗ്രൂപ്പുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയവയുടെ ജോലി നിർവഹണം അളക്കുക എന്നതാണ് നിയന്ത്രണ പ്രക്രിയയിലെ രണ്ടാമത്തെ പടി. ചെയ്ത ജോലിയിൽ പരിഹരിച്ച് ഫലവും വിലയിരുത്തുക എന്നതാണ് ഇതിനർത്ഥം. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് നിശ്ചിത സ്റ്റാൻഡേർഡുമായി ജോലി നിർവഹണത്തെ താരതമ്യപ്പെടുത്തൽ. ഇതിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. പാളിച്ചകൾ എത്രത്തോളം എന്ന് കണ്ടുപിടിക്കൽ, അതിന്റെ കാരണം കണ്ടെത്തൽ, അതേപോലെ തന്നെ തിരുത്തൽ നടപടികൾ. ഇനി എന്തുകൊണ്ടാണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും വേർതിരിക്കാനാവാത്ത ഘടകമാണെന്ന് പറയുന്നത്? മാനേജ്മെന്റിന്റെ വേർപിരിക്കാനാവാത്ത ഇരട്ടകളാണ് ആസൂത്രണവും നിയന്ത്രിക്കലും. നിയന്ത്രിക്കൽ സംവിധാനം ചില സ്റ്റാൻഡേർഡുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിയന്ത്രിക്കലിന്റെ അടിസ്ഥാനമായ ഈ സ്റ്റാൻഡേർഡുകൾ പ്ലാനിങ്ങിലൂടെയാണ് ലഭ്യമാകുന്നത്.
പ്ലാനിംഗ് നടപ്പിൽ വരുമ്പോൾ പ്രവർത്തനങ്ങളെ അളക്കാനും വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കാനും തിരുത്തൽ നടപടികൾ കൊണ്ടുവരാനും നിയന്ത്രിക്കൽ ആവശ്യമാണ്. നിയന്ത്രിക്കൽ ഇല്ലാത്ത പ്ലാനിംഗ് അർത്ഥശൂന്യമാണ്. അതുപോലെ ആസൂത്രണമില്ലാത്ത നിയന്ത്രിക്കൽ അന്ധമാണ്. നിലവാരങ്ങൾ നേരത്തെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കലിന്റെ ആവശ്യമേ ഉണ്ടാകുന്നില്ല. ആസൂത്രണം ഇല്ലെങ്കിൽ നിയന്ത്രിക്കലിന് അടിസ്ഥാനവുമില്ല. പ്ലാനിംഗ് ആശയപരവും നിയന്ത്രിക്കൽ പ്രവൃത്തിപരവുമാണ്. പ്ലാനിംഗ് എഴുതിയിട്ടുണ്ടാക്കുന്നതും നിയന്ത്രിക്കൽ നടപ്പിൽ വരുത്തുന്നതുമാണ്. അതുകൊണ്ട് പ്ലാനിങ്ങും നിയന്ത്രിക്കലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും ഒരർത്ഥത്തിൽ ഒന്ന് മറ്റൊന്നിന് ബലം നൽകുന്നതുമാണ്. ഇനി യഥാർത്ഥ ജോലി നിർവഹണത്തെ സ്റ്റാൻഡേർഡുമായി താരതമ്യപ്പെടുത്തുന്നതിൽ മാനേജറുടെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രകടനത്തിനുള്ള നിലവാരം നിശ്ചയിക്കൽ, യഥാർത്ഥ ജോലി നിർവഹണം അളക്കൽ, സ്റ്റാൻഡേർഡുമായി താരതമ്യപ്പെടുത്തൽ, വ്യതിയാനങ്ങളെ വിശകലനം ചെയ്യൽ, തിരുത്തൽ നടപടികൾ സ്വീകരിക്കൽ തുടങ്ങിയവയാണ് ഒരു മാനേജർ നിർവഹിക്കേണ്ട പ്രധാന ജോലികൾ. ഇനി there is a close and a reciprocal relationship between planning and controlling. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിൽ എന്താ പറയുന്നത്? പ്ലാനിങ് മുന്നോട്ട് നോക്കുന്നത് ദൃഷ്ടി പായിക്കുന്നു, നിയന്ത്രിക്കല് പുറകോട്ടുള്ള തിരിഞ്ഞു നോക്കല്. എന്താണ് അങ്ങനെ പറയുന്നതിന്റെ പ്രധാന കാരണം? ഭാവിയിലെ അവസ്ഥകളെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത ഭാവി കാലഘട്ടത്തിലേക്കാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. അതിനാൽ പ്ലാനിങ് മുന്നോട്ട് നോക്കുന്ന ഒരു ധർമ്മമാണെന്ന് പറയപ്പെടുന്നു. നേരെ മറിച്ച് നിയന്ത്രിക്കൽ ഭൂതകാല പ്രവർത്തനങ്ങളുടെ ഒരു പോസ്റ്റ്മോർട്ടമാണ്. അത് മുമ്പ് തയ്യാറാക്കിയ മാനദണ്ഡങ്ങളുമായി ഒത്തുനോക്കി വ്യതിചലനങ്ങൾ മനസ്സിലാക്കുന്നു. ഈ അർത്ഥത്തിൽ നിയന്ത്രിക്കൽ പിന്നോട്ട് നോക്കുന്ന ഒരു പ്രവർത്തനമാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതുമായി പൂർണ്ണമായി യോജിക്കാനാവില്ല. പ്ലാനിങ് പോലെ തന്നെ നിയന്ത്രിക്കലും മുന്നോട്ട് നോക്കുന്ന ഒന്നാണ്. പുതിയ പ്ലാൻ ഉണ്ടാക്കൽ, നിലവിലുള്ള പ്ലാൻ യഥാർത്ഥ ജോലി നിർവഹണത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കൽ എന്നിവയ്ക്ക് നിയന്ത്രണ സംവിധാനം സഹായകമാകുന്നു. ഭാവിയിലെ പ്ലാനിംഗ് കഴിഞ്ഞ് കാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ നൽകുന്നത് നിയന്ത്രണ സംവിധാനമാണ്. കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ തിരുത്തുന്നത് വഴി ഭാവിയിൽ വിഭവങ്ങൾ പരമാവധി ഗുണകരമായി ഉപയോഗിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നത് നിയന്ത്രണ സംവിധാനമാണ്. ആ നിലയ്ക്ക് നിയന്ത്രണം മുന്നോട്ട് നോക്കുന്നതാണെന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് കൺട്രോൾ സ്റ്റെപ്പുകൾ? എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സ് ഓഫ് ദി പ്രോസസ് ഓഫ് കൺട്രോൾ. അതിലൊന്നാമത്തെ, നിയന്ത്രണ പ്രക്രിയയിൽ 4 പടികളാണ് ഉള്ളത്. സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ എന്ന് പറഞ്ഞാൽ ജോലി നിർവഹണത്തിന്റെ യഥാർത്ഥ ഫലത്തെ അളന്നു നോക്കാനുള്ള ഒരു മാനദണ്ഡമാണ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡുകൾ ലളിതവും ജീവനക്കാരുമായി ചർച്ച ചെയ്ത് നിശ്ചയിച്ചതുമാകുന്നു. പിന്നെ ജോലി നിർവഹണ അളക്കൽ, വ്യക്തികൾ, ഗ്രൂപ്പുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയവയുടെ ജോലി നിർവഹണം അളക്കുക എന്നതാണ് നിയന്ത്രണ പ്രക്രിയയിലെ രണ്ടാമത്തെ പടി. ചെയ്ത ജോലിയിൽ പരിഹരിച്ച ഫലവും വിലയിരുത്തുക എന്നതാണ് ഇതിനർത്ഥം. പിന്നെ മൂന്നാമത്, നിശ്ചിത സ്റ്റാൻഡേർഡുമായി ജോലി നിർവഹണത്തെ താരതമ്യപ്പെടുത്തൽ. ഇതിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. പാളിച്ചകൾ എത്രത്തോളം എന്ന് കണ്ടുപിടിക്കൽ, പിന്നെ അതിന്റെ കാരണം കണ്ടെത്തൽ. എന്ന് വെച്ചാൽ ജോലി നിർവഹണം സ്റ്റാൻഡേർഡിനോടൊപ്പം എത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഗുരുതരമായ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കണം. മൂന്നാമത്, തിരുത്തൽ നടപടികൾ. പ്ലാനിങ്ങിൽ ആവശ്യമായ മാറ്റം വരുത്തൽ, ലക്ഷ്യങ്ങളോ സ്റ്റാൻഡേർഡോ മാറ്റി നിശ്ചയിക്കൽ, ജോലി മാറ്റൽ, ചുമതലകൾ വ്യക്തമാക്കൽ തുടങ്ങിയവ ഇതിൽ പെടുമെന്നാണ് പറയുന്നത്. ഇനി ഏകോപനം മാനേജ്മെന്റിന് എല്ലാ തലങ്ങളിലും ആവശ്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളിലും ഏകോപനം ആവശ്യമാണ്. അതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് സംഘടനാപരമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ, അതായത് ഒബ്ജക്റ്റീവ്സ്, ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് സാക്ഷാത്കരിക്കാൻ. പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ, നിലവാരത്തിന്റെ കൃത്യത വിലയിരുത്തുന്നു. പിന്നെ വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗം, പിന്നെ തൊഴിലാളികളുടെ പ്രചോദനം, പിന്നെ ഏകോപനത്തിന് സൗകര്യം ഒരുക്കുന്നു, പിന്നെ തീരുമാനമെടുക്കലിനും സൗകര്യമൊരുക്കുന്നു. ഇനി ഡെസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രോൾ. കൺട്രോളിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നാമത്തെ, ലക്ഷ്യാധിഷ്ഠിതം, പിന്നെ സർവ്വവ്യാപിയായത്, മുന്നോട്ടും പുറകോട്ടും ദൃഷ്ടി പായിക്കുന്നു, പിന്നെ മുന്നോട്ട് നോക്കൽ, പുറകോട്ട് നോക്കൽ, പിന്നെ തുടർച്ചയായി. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രോളിംഗ്. കൺട്രോളിങ്ങിന്റെ ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ എന്താണ് കൺട്രോളിങ്ങിന്റെ സ്വഭാവ സവിശേഷതകളുമാണ്. അതിലെ കൺട്രോളിങ്ങിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ, ജോലിയുടെ പുരോഗതി അറിയൽ. പിന്നെ യഥാർത്ഥത്തിൽ ചെയ്തത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരു പ്രാവശ്യം, യഥാർത്ഥത്തിൽ ചെയ്ത ജോലി എത്രയെന്ന് അറിയൽ. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടും അധ്വാനം കൊണ്ടും ചെലവ് കൊണ്ടും ഉദ്ദിഷ്ട ഫലം നേടാനാകാതെ വന്നാൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കൽ.
പിന്നെ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ, പിന്നെ ജോലി നിർവഹണം മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണെന്ന് ഉറപ്പുവരുത്തൽ. പിന്നെ അതിന്റെ പ്രാധാന്യം, കാര്യശേഷി, അധികാരമേൽപ്പിക്കൽ, ഭാവി നടപടിക്ക് അടിസ്ഥാനം, തീരുമാനമെടുക്കൽ സൗകര്യം, മേൽനോട്ടം ലളിതമാക്കുന്നു, ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു. സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ, അതേപോലെ തന്നെ അതിന്റെ 4 പ്രക്രിയകൾ, ഒന്ന് സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ, അതേപോലെ ജോലി നിർവഹണം അളക്കൽ, നിശ്ചിത സ്റ്റാൻഡേർഡുമായി ജോലി നിർവഹണത്തെ താരതമ്യപ്പെടുത്തൽ, തിരുത്തൽ നടപടികൾ. അപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും ആണ്. ഇത്രേ ഉള്ളൂ. പ്ലാനിങ് എന്താണ്, കൺട്രോളിങ് എന്താണ്, പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, കൺട്രോളിങ് ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സും, അതേപോലെ തന്നെ കൺട്രോളിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സും. ഇത്രയും ഇതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് ഫിനാൻസ് ആണ്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ഉറവിടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ പറയാനായിട്ട് പോകുന്നത്. അതിലാദ്യം പറയുന്നത്, നമുക്കറിയാം ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഹ്രസ്വകാല വായ്പകളും ആവശ്യമാണ്, അതേപോലെ തന്നെ ദീർഘകാല വായ്പകളും ആവശ്യമാണ്. അതില് ഷോർട്ട് ടൈം ഫിനാൻസ് അല്ലെങ്കിൽ ഹ്രസ്വകാല വായ്പകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ റേസ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ നേടുന്നത് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയും, വാണിജ്യ വായ്പകൾ. ഉൽപാദകർക്കും വാണിജ്യ മേഖലയിലുള്ളവർക്കും അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്നവർക്കും നൽകുന്ന ഹ്രസ്വകാല വായ്പയാണ് വാണിജ്യ വായ്പകൾ. പിന്നെ രണ്ടാമത്തെ ബാങ്ക് ക്രെഡിറ്റ്, ബാങ്ക് വായ്പകൾ. പൊതുവെ വാണിജ്യ ബാങ്കുകൾ ബിസിനസ് ഉടമസ്ഥർക്ക് നൽകുന്ന വായ്പകളാണ് ബാങ്ക് വായ്പകൾ. പിന്നെ ബാങ്ക് ലോൺ ആൻഡ് അഡ്വാൻസസ്, ഒരു നിശ്ചിത തുക തിരിച്ചടയ്ക്കുമെന്ന വ്യവസ്ഥയിൽ ബാങ്കുകൾ അഡ്വാൻസ് ചെയ്യുന്ന തുകയാണ് ബാങ്ക് വായ്പകൾ. പിന്നെ ക്യാഷ് ക്രെഡിറ്റ്, റൊക്കം കടങ്ങൾ. ഒരു നിശ്ചിത പരിധിവരെ തുക പിൻവലിക്കുന്നതിന് കടക്കാരനെ അനുവദിക്കുന്ന തരത്തിൽ ബാങ്കുകൾ നടത്തി വരുന്ന ഒരു സംവിധാനമാണ് റൊക്കം കടം. പിന്നെ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കാലാവധി എത്താത്ത വിനിമയ ബില്ലുകൾ ഡിസ്കൗണ്ട് കിഴിച്ചു നൽകുന്നു. അപ്പൊ ഇതെല്ലാമാണ് ഷോർട്ട് ടൈം ഫിനാൻസിന്റെ എന്താ പറയുന്ന ഉറവിടങ്ങള്. ഇനി പിന്നെ നമ്മൾ പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഫണ്ടുകളുടെ ആവശ്യം എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ സാമ്പത്തിക ഉറവിടം അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ ഫിനാൻസ്. അതിൽ പറയുന്നത് പ്രധാനമായിട്ടും ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ 3 തരത്തിലുള്ളതാണ്. ഒന്ന് ഹ്രസ്വകാല ഫണ്ട്, രണ്ടാമത്തെ മധ്യകാല ഫണ്ട്, മൂന്നാമത്തെ ദീർഘകാല, അതായത് ഷോർട്ട് ടൈം, പിന്നെ എന്താണെന്നാ പറയുന്നത് വെരി ഷോർട്ട് പീരീഡ്, അതേപോലെ തന്നെ ലോങ് ടൈം. ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന തുകയാണ് ഹ്രസ്വകാല, അതായത് ദിവസേനയുള്ള പ്രവർത്തനത്തിനാണ് ഹ്രസ്വകാല ഫണ്ടുകൾ. ഒരു വർഷത്തിൽ താഴെയുള്ള കാലയളവിലേക്ക് വേണ്ടി വരുന്ന തുകയാണിത്. 1 മുതൽ 6 വർഷത്തേക്ക് വരെ ആവശ്യമായ ഫണ്ടാണ് മധ്യകാല ഫണ്ട്. അതേപോലെ തന്നെ 5 വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് വേണ്ടി വരുന്ന സാമ്പത്തിക ആവശ്യങ്ങളെ ദീർഘകാല ഫണ്ട്. അപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിന് 3 തരത്തിലുള്ള ഫണ്ടുകളുണ്ട്. ഹ്രസ്വകാല ഫണ്ട്, അതേപോലെ തന്നെ മധ്യകാല ഫണ്ട്, അതേപോലെ തന്നെ ദീർഘകാല ഫണ്ടുകൾ. ഇനി അതിൽ ഷോർട്ട് ടൈം ഫിനാൻസിനെ കുറിച്ച് പറയുമ്പോൾ സ്ഥാപനത്തിന്റെ ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളാണ് ഹ്രസ്വകാല ഫണ്ട്. അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക, ഉൽപാദന ചെലവുകൾക്ക് പണം കണ്ടെത്തുക, അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള ചെലവുകൾ തുടങ്ങിയവയെല്ലാം ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളാണ്. 1 വർഷം വരെയുള്ള പ്രവർത്തന മൂലധന ചെലവുകളാണ് ഹ്രസ്വകാല ഫണ്ടിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്തതാണ് മധ്യകാല ഫണ്ട്, മീഡിയം ടൈം എന്ന് പറയും. 5 വർഷക്കാലം വരെയുള്ള സാമ്പത്തിക ആവശ്യങ്ങളാണ് ഈ ഗണത്തിൽ വരുന്നത്. ഒന്നിലേറെ വർഷങ്ങളിലേക്ക് പ്രയോജനം കിട്ടുന്ന പരസ്യ ചെലവുകൾ, അതേപോലെ തന്നെ മോഡേണൈസേഷന് വേണ്ടി വരുന്ന, ആധുനികവൽക്കരണത്തിന് വേണ്ടി വരുന്ന ചെലവുകൾ തുടങ്ങിയവയെല്ലാം മധ്യകാല സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉദാഹരണമാണ്. പിന്നെ വരുന്നതാണ് ലോങ് ടൈം ഫിനാൻസ്, ദീർഘകാല ഫണ്ട്. 5 വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് വേണ്ടി വരുന്ന പണമാണ് ദീർഘകാല ഫണ്ട്. സ്ഥിരാസ്തികൾ വാങ്ങുന്നതിന്, അതായത് ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി വരുന്ന മൂലധനം ദീർഘകാല ഫണ്ടാണ്. അപ്പൊ ഹ്രസ്വകാലം, ദീർഘകാലം, അതേപോലെ തന്നെ മധ്യകാല ഫണ്ട്, ഇങ്ങനെ 3 രീതിയിലാണ് ഒരു ബിസിനസ് സംരംഭത്തിന് ഫണ്ടുകൾ ആവശ്യമായിട്ട് വരുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ്
എന്താണ് ഡിസ്കൗണ്ടിങ് ബിൽ അല്ലെങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാലാവധി എത്താത്ത വിനിമയ ബില്ലുകൾ ഡിസ്കൗണ്ട് കിഴിച്ചു നൽകുകയാണ് ബാങ്ക് ചെയ്യുന്നത്. അതായത് കാലാവധി പൂർത്തിയാകാത്ത അല്ലെങ്കിൽ കാലാവധി എത്താത്ത വിനിമയ ബില്ലുകൾ ഡിസ്കൗണ്ട് കിഴിച്ചു നൽകുന്നതിനെയാണ് ഡിസ്കൗണ്ടിങ് ബിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി? മൂലധനത്തിനുള്ള വരുമാനം വർദ്ധിക്കുന്ന വിധത്തിൽ മൂലധന ഘടനയിൽ കടപ്പത്രം, പ്രിഫറൻസ് ഓഹരി എന്നിവ പോലെ നിശ്ചിത വരുമാനമുള്ള സെക്യൂരിറ്റികൾ ഉപയോഗപ്പെടുത്തുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് മൂലധനത്തിനുള്ള വരുമാനം വർദ്ധിക്കുന്ന വിധത്തില് മൂലധന ഘടനയിൽ കടപ്പത്രം, പ്രിഫറൻസ് ഓഹരി എന്നിവ പോലെ നിശ്ചിത വരുമാനമുള്ള സെക്യൂരിറ്റികൾ ഉപയോഗപ്പെടുത്തുക. ഇനി ലീസ് ഫിനാൻസിങ്. അതായത് ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടക്കരാർ എന്ന് പറയും. വ്യവസായിക പദ്ധതികൾക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു രീതിയാണ് ലീസ് ഫിനാൻസ്. ഇവിടെ വിപണിയിൽ നിന്നും ആസ്തികൾ വാങ്ങേണ്ടതില്ല, പകരം ആസ്തികളുടെ ഉപയോഗത്തിന് വേണ്ടി ഒരു നിശ്ചിത വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ലീസ് ബാക്ക്, അതായത് ലീസ് ഫിനാൻസിങ് പോലെ തന്നെ സെയിൽ ആൻഡ് ലീസ് ബാക്ക് സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനം ലീസിംഗ് കമ്പനിയായ മറ്റൊരു സ്ഥാപനത്തിന് ആസ്തി വിൽക്കുകയും ആ ലീസിംഗ് കമ്പനി ആസ്തി വിറ്റ് സ്ഥാപനത്തിന് തന്നെ അത് തിരികെ ലീസ് ചെയ്യുന്നതുമായ ക്രമീകരണം. അതായത് ബിസിനസ് സ്ഥാപനം ഒരു ലീസിംഗ് കമ്പനിയായ മറ്റൊരു സ്ഥാപനത്തിന് അതിന്റെ ആസ്തി വിൽക്കുന്നു. ആ ലീസിംഗ് കമ്പനി ആസ്തി വിറ്റ സ്ഥാപനത്തിന് തന്നെ അത് തിരികെ ലീസ് ചെയ്തു കൊടുക്കുന്നു. അതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ്. എന്താണ് പ്രിഫറൻസ് ഓഹരികൾ എന്ന് പറഞ്ഞാല്? പ്രിഫറൻസ് ഓഹരികൾ ഡിവിഡൻഡ് നൽകൽ, മൂലധനം തിരിച്ചു നൽകൽ എന്നീ കാര്യങ്ങളിൽ ഇക്വിറ്റി ഓഹരികളെക്കാൾ മുൻഗണനയുള്ളവയാകുന്നു. പ്രിഫറൻസ് ഓഹരി ഉടമകൾക്ക് കമ്പനിയുടെ ലാഭത്തിൽ നിന്നും നിശ്ചിത നിരക്കിൽ കൊല്ലം തോറും ഡിവിഡൻഡ് ലഭിക്കും. അപ്പോൾ പ്രിഫറൻസ് ഓഹരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് നൽകൽ, മൂലധനം തിരിച്ചു നൽകൽ എന്നീ കാര്യങ്ങൾ ഇക്വിറ്റി ഓഹരികളെക്കാൾ പ്രിഫറൻസ് ഉള്ളതാണ്, മുൻഗണന ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനാ പേരും അങ്ങനെ വന്നത്. ഇനി GDR-ഉം അതേപോലെ ADR-ഉം തമ്മിലുള്ള വ്യത്യാസം. GDR എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയും. GDR എന്ന് പറയുന്നത് വിദേശത്തെ ഒന്നാംകിട ആഗോള വിപണികളിൽ ഇറക്കുന്ന ഓഹരി രേഖകളാണ്. ഇന്ത്യക്ക് അപ്പുറത്തുള്ള ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ഡോളറായി നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണിത്. ഇന്ത്യയിൽ താമസക്കാരല്ലാത്ത നിക്ഷേപകർക്ക് നൽകുന്നതാണിത്. ലളിതമായി പറഞ്ഞാൽ രൂപയുടെ മൂല്യത്തിൽ ഇറക്കിയ കുറെ ഓഹരികളുടെ ഡോളർ മൂല്യത്തിലുള്ള രേഖകളാണ് GDR. അതേപോലെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്നാണ് നമ്മൾ ADR-നെ പറയുക. അതായത് ADR എന്ന് പറഞ്ഞാല് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. എന്താണ് അതിന്റെ പ്രത്യേകത? അതായത് ലളിതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ബാങ്ക് നിക്ഷേപകർക്ക് നൽകുന്ന നെഗോഷ്യബിൾ റെസിപ്റ്റ് അമേരിക്കൻ ആസ്ഥാനമായുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ADR ലിസ്റ്റ് ചെയ്ത് വ്യാപാരം നടത്താം. ട്രസ്റ്റ് കമ്പനിയോ ബാങ്കോ ഒരു വിദേശ നാണയത്തിൽ ഓഹരി വാങ്ങുന്നു. ആ സ്റ്റോക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു റെസിപ്റ്റ് നൽകുന്നു. അതാണ് ADR. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഫിനാൻസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലൈഫ് ലൈൻ ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ ജീവനാഡിയാണ് ഫിനാൻസ് എന്ന് പറയാൻ കാരണം എന്താണെന്നാണ്. സ്ഥാപനത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് ഫിനാൻസ്. ആധുനിക കാലത്ത് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്കും ഫിനാൻസ് ആവശ്യമാണ്. വ്യാപാരത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങളെ താഴെ പറയുന്ന രീതിക്ക് തരംതിരിക്കാം. സ്ഥിര മൂലധന ആവശ്യങ്ങൾ, ഭൂമി, കെട്ടിടം തുടങ്ങിയ സ്ഥിര സ്വത്തുക്കളിൽ നിക്ഷേപിച്ചിട്ടുള്ള മൂലധനം, പിന്നെ പ്രവർത്തന മൂലധനം, അസംസ്കൃത പദാർത്ഥങ്ങൾ വാങ്ങൽ, ശമ്പളം കൊടുക്കൽ തുടങ്ങിയ നിത്യാവശ്യങ്ങൾക്ക് വേണ്ട മൂലധനമാണിത്. അതേപോലെ തന്നെ ICDS എന്ന് പറയുന്നത് ഇന്നർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. എന്താണ് ഇന്നർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്? ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ നടത്തുന്ന നിക്ഷേപത്തെയാണ് ഇന്നർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിന് ധനത്തിനുള്ള അന്താരാഷ്ട്ര ഉറവിടങ്ങള്, പിന്നെ അതേപോലെ ഇന്ത്യൻ കമ്പനികൾക്ക് ഇപ്പോൾ ആഗോള മൂലധന വിപണിയിൽ ധനം നേടാൻ കഴിയും. ഈ ഉറവിടങ്ങളിൽ നിന്ന് ധനം ശേഖരിക്കാൻ ഇന്ത്യൻ കമ്പനികൾ ഉപയോഗിക്കുന്ന പ്രധാന രേഖകളാണ് GDR-ഉം അതേപോലെ തന്നെ ADR-ഉം. ഇനി GDR എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു വിദേശത്തെ ഒന്നാംകിട ആഗോള വിപണികളിൽ ഇറക്കുന്ന ഓഹരി രേഖകളാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ഡോളറായി നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണിത്. ഇന്ത്യയിൽ താമസക്കാരല്ലാത്ത നിക്ഷേപകർക്ക് നൽകുന്ന ഇതാണിത്. ലളിതമായി പറഞ്ഞാൽ രൂപയുടെ മൂല്യത്തിൽ ഇറക്കിയ കുറെ ഓഹരികളുടെ ഡോളർ മൂല്യത്തിലുള്ള രേഖകളാണ് GDR. അതേപോലെ തന്നെ വരുന്നതാണ് ADR. ADR എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത്
ഒരു ബിസിനസ് സ്ഥാപനത്തിന് അല്ലെ ഒരു ബിസിനസ് സംരംഭത്തിന് വായ്പകൾ ലഭിക്കുന്ന ഉറവിടങ്ങളെ കുറിച്ചിട്ടാണ്. സോഴ്സസ് ഓഫ് ഫിനാൻസ്. അതിൽ ഒന്നാമത്തെ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയും, അഥവാ വ്യാപാര വായ്പകൾ. വൻകിട ഉൽപാദകർക്കോ അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്നവർക്കോ ബാങ്കുകൾ നൽകുന്ന ഹ്രസ്വകാല വായ്പയാണ് വ്യാപാര വായ്പകൾ. പിന്നെ ബാങ്ക് ക്രെഡിറ്റ്, വാണിജ്യ ബാങ്കുകൾ അനുവദിക്കുന്ന ഹ്രസ്വകാല ഫിനാൻസിങ് ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയുന്നു. പിന്നെ വായ്പകളും അഡ്വാൻസുകളും, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, പിന്നെ റൊക്കം കടങ്ങൾ, ക്യാഷ് ക്രെഡിറ്റ്. ഒരു നിശ്ചിത പരിധിവരെ തുക പിൻവലിക്കുന്നതിന് കടക്കാരനെ അനുവദിക്കുന്ന തരത്തിൽ ബാങ്കുകൾ നടത്തി വരുന്ന ഒരു സംവിധാനമാണ് റൊക്കം കടം. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഒരു കറന്റ് അക്കൗണ്ടുള്ള ഇടപാടുകാരനെ ബാങ്കിന്റെ മുൻകൂട്ടിയുള്ള അനുമതി പ്രകാരം തന്റെ കണക്കിൽ വരവുള്ള തുകയേക്കാൾ കൂടിയ തുക പിൻവലിക്കാവുന്നതാണ്. ഇതിനെയാണ് അധിക പറ്റു പിരുത്തൽ എന്ന് പറയുന്നത്. പിന്നെ ബില്ലുകൾ കിഴിച്ചു നൽകൽ, കാലാവധി എത്താത്ത വിനിമയ ബില്ലുകൾ ഡിസ്കൗണ്ട് കിഴിച്ചു നൽകുകയാണ് ഇതുവഴി ബാങ്ക് ചെയ്യുന്നത്. ഇനി ഇക്വിറ്റി ഷെയറുകളുടെയും അതേപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസ്, മെറിറ്റ്സും ലിമിറ്റേഷൻസും. ഡിവിഡൻഡ് നൽകുന്നതിലോ മൂലധനം തിരിച്ചു നൽകുന്നതിലോ യാതൊരുവിധ പ്രത്യേക പരിഗണനയും ലഭിക്കാത്തവയാണ് ഇക്വിറ്റി ഓഹരി. ഓഹരിയുടെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഓഹരിക്ക് നിശ്ചിത ഡിവിഡൻഡ് ഇല്ല. പിന്നെ കമ്പനി പ്രവർത്തനം നിർത്തൽ, കമ്പനിയുടെ എല്ലാ കടങ്ങളും റഫറൻസ് ഓഹരി ഉടമകളുടെ ഓഹരിയും പൂർണ്ണമായി തീർത്ത ശേഷമേ ഇക്വിറ്റി ഓഹരി ഉടമകൾക്ക് ഓഹരി മുതൽ തിരിച്ചു കിട്ടുകയുള്ളൂ. പിന്നെ നഷ്ടസാധ്യത, എല്ലാ ബാധ്യതകളും കൊടുത്തതിന് ശേഷമേ ഇക്വിറ്റി ഓഹരി ഉടമകൾക്ക് വല്ലതും കിട്ടുകയുള്ളൂ. പിന്നെ വോട്ടവകാശം, ഇക്വിറ്റി ഓഹരി ഉടമകൾക്ക് വോട്ടവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ഥിര മൂലധനം, അതായത് ഫിക്സഡ് ക്യാപിറ്റൽ ആയിരിക്കും. സ്ഥിര മൂലധനം സമാഹരിക്കൽ, പിന്നെ അതുപോലെ തന്നെ ബാധ്യതയില്ല, തിരിച്ചു നൽകാൻ കമ്പനിക്ക് ബാധ്യതയില്ല, പിന്നെ ഡിവിഡൻഡിന് ബാധ്യതയില്ല, കമ്പനിയുടെ സ്വത്തുക്കളിൽ ഇക്വിറ്റി ഉടമയ്ക്ക് യാതൊരു അവകാശവുമില്ല. ഇനി വോട്ടവകാശം ഉണ്ട്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് അഥവാ ദോഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടെങ്കിലേ ഓഹരി ഉടമയ്ക്ക് ഡിവിഡൻഡ് ലഭിക്കുകയുള്ളൂ. അതായത് ലാഭം, കമ്പനിയുടെ വർക്കിംഗ് അനുസരിച്ചായിരിക്കും ഓഹരി ഉടമകൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ്. കമ്പനി വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇതാണ് കമ്പനിയുടെ പ്രവർത്തനമെങ്കിൽ ഇക്വിറ്റി ഉടമകൾക്ക് അതിന്റെ ലാഭം കിട്ടും. പിന്നെ ഊഹക്കച്ചവടം, പിന്നെ കനത്ത നഷ്ടസാധ്യത. ഇതൊക്കെയാണ് ഈ പറയുന്ന ഇക്വിറ്റി ഷെയർസിന്റെ ദോഷങ്ങൾ, ഡിസഡ്വാൻറ്റേജസ്. ഇനി നമ്മൾ പറയുന്നത് പ്രിഫറൻസ് ഷെയറുകളെ കുറിച്ചിട്ടാണ്. പ്രിഫറൻസ് ഓഹരികൾ ഡിവിഡൻഡ് നൽകൽ, മൂലധനം തിരിച്ചു നൽകൽ എന്നീ കാര്യങ്ങളിൽ ഇക്വിറ്റി ഓഹരികളേക്കാൾ മുൻഗണനയുള്ളവയാകുന്നു. പ്രിഫറൻസ് ഓഹരി ഉടമകൾ കമ്പനിയുടെ ലാഭത്തിൽ നിന്നും നിശ്ചിത നിരക്കിൽ കൊല്ലം തോറും ഡിവിഡൻഡ് ലഭിക്കും. പലതരം പ്രിഫറൻസ് ഓഹരികളുണ്ട്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ, പിന്നെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ, പിന്നെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ. ഇങ്ങനെ 5 തരത്തിലുള്ള എന്താ പറയുന്ന പ്രിഫറൻസ് ഷെയറുകൾ ഉണ്ട്. ഇനി ഡിബഞ്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. കടപ്പത്രങ്ങൾ. ഒരു കമ്പനി അതിന്റെ ബാധ്യത സമ്മതിച്ചുകൊണ്ട് കമ്പനി മുദ്രപതിച്ചു നൽകുന്ന സർട്ടിഫിക്കറ്റ് അഥവാ രേഖയാണ് കടപ്പത്രം. സർട്ടിഫിക്കറ്റിൽ പറയുന്ന വായ്പ തുക കടപ്പത്ര ഉടമയ്ക്ക് തിരിച്ചു നൽകാം എന്ന് ഏൽക്കുന്ന ഒരു പ്രതിജ്ഞാപത്രം കൂടിയാണിത്. മുതൽ തിരിച്ചു നൽകുന്നത് വരെ ഇതിന് നിശ്ചിത കാലയളവിൽ പലിശ നൽകേണ്ടതായിട്ട് വരുന്നു. ഇനി ഈ ഡിബഞ്ചറിന് ദോഷങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. അതിൽ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ കടപ്പത്ര ഉടമകൾക്ക് വോട്ടവകാശം ഇല്ല. കടപ്പത്രത്തിന് ഒരു നിശ്ചിത നിരക്കിൽ പലിശ നൽകിയാൽ മതി. കടപ്പത്രത്തിന്റെ പലിശ ഒരു കമ്പനി ചിലവാണ്. കമ്പനിക്ക് പണം ആവശ്യമില്ലെന്ന് തോന്നുമ്പോൾ കടപ്പത്ര പ്രകാരമുള്ള പണം തിരിച്ചു നൽകാൻ കഴിയും. പിന്നെ കടപ്പത്രത്തിലൂടെ ധനശേഖരണം നടത്തുന്നത് താരതമ്യേന ചെലവ് കുറഞ്ഞ ഏർപ്പാടാണ്. അതായത് ഡിബഞ്ചേഴ്സ് ഉപയോഗിച്ച് എന്താ പറയുന്നത്, ഫണ്ട് രൂപീകരിക്കുന്നത് വളരെ ചെലവ് കുറഞ്ഞ ഏർപ്പാടാണ്. ഇനി അതിന്റെ ദോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ കടപ്പത്രങ്ങൾക്കുള്ള പലിശ കൊടുക്കൽ കമ്പനിയുടെ ബാധ്യതയാണ്. കടപ്പത്രം മുഖേന ഭീമമായ സംഖ്യ ശേഖരിച്ചാൽ അത് കമ്പനിയുടെ വായ്പ യോഗ്യതയ്ക്ക് കുറവ് വരുത്തുന്നു. പിന്നെ അതേപോലെ തന്നെ കടപ്പത്ര വിൽപ്പന കമ്പനിയുടെ സ്വത്തിന്മേൽ ഒരു ബാധ്യത ഉണ്ടാക്കുന്നു. കമ്പനിയുടെ സമ്പാദ്യം കുറവാണെങ്കിൽ കടപ്പത്ര ബാധ്യത തീർത്തു കഴിയുമ്പോൾ ഇക്വിറ്റി ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡായി നൽകാൻ വളരെ കുറച്ച് സംഖ്യയെ ഉണ്ടാവുകയുള്ളൂ. ഇത്രയുമാണ് ഡിബഞ്ചേഴ്സിന്റെ ദോഷങ്ങൾ. ഇനി എന്താണ് SFI അല്ലെങ്കിൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
വ്യവസായ സ്ഥാപനങ്ങൾക്ക് മധ്യകാല ദീർഘകാല വായ്പകൾ നൽകുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിലൊന്നാമത്തെ IFCI, അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ. സ്വതന്ത്ര ഭാരതത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ ധനകാര്യ സ്ഥാപനമാണ് IFCI. പാർലമെന്റ് പാസാക്കിയ ഒരു സ്പെഷ്യൽ ആക്ട് അനുസരിച്ച് 1948 ജൂലൈ 1 ഇത് നിലവിൽ വന്നു. രാജ്യത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ അർഹരായവർക്ക് ദീർഘകാല വായ്പയോ മധ്യകാല വായ്പയോ നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് IDBI. IDBI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1946 ജൂലൈ ആണ് ഇത് സ്ഥാപിതമായത്. വ്യവസായങ്ങൾക്ക് ധനസഹായം നൽകാൻ പല സ്ഥാപനങ്ങളും നിലവിലുള്ളപ്പോഴാണ് ഇത് സ്ഥാപിതമായത്. IFCI, ICICI, UTI, LIC തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളുടെയും വാണിജ്യ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ ഏകീകരിക്കുകയും നിയന്ത്രിക്കുകയും മേൽനോട്ടം നടത്തുകയും ചെയ്യുക, വ്യവസായ വളർച്ച വൈവിധ്യവൽക്കരിക്കുക, ഇതൊക്കെയാണ് IDBIയുടെ പ്രധാന ലക്ഷ്യങ്ങള്. അപ്പൊ പ്രധാനപ്പെട്ട എന്താ പറയുന്ന സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാമത്തെ IFCI, പിന്നെ നെക്സ്റ്റ് IDBI, ഇത് രണ്ടുമാണ്. ഇനി എന്താണ് കൈവശ ലാഭം, അതായത് റിട്ടൻഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയും. കൈവശ ലാഭം എന്ന് പറഞ്ഞാൽ കമ്പനികൾ ലാഭത്തിൽ ഒരു ഓഹരി കരുതൽ ധനമായി സൂക്ഷിക്കും. ധനപരമായ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കമ്പനി ഈ ധനം ഉപയോഗപ്പെടുത്തും. ഇത്തരത്തിൽ ബിസിനസ്സിൽ തന്നെ നിക്ഷേപിക്കുന്ന ലാഭത്തിനാണ് നമ്മൾ കൈവശ ലാഭം എന്ന് പറയുന്നത്. ഇനി റിട്ടൻഷൻ ഓഫ് പ്രോഫിറ്റിന് പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ, പുറമെ നിന്നുള്ള ധനസഹായത്തെക്കാൾ വിശ്വസിച്ച് ആശിക്കാവുന്നതാണ്. പിന്നെ ബിസിനസ്സിൽ തന്നെ നിക്ഷേപിക്കുന്ന ലാഭത്തിന് ഡിവിഡൻഡ് നൽകേണ്ട. ഇത്തരത്തിൽ പണം സ്വരൂപിക്കുന്നതിന് ചെലവ് വരില്ല. പിന്നെ മൂലധന സ്വരൂപത്തിന് സഹായിക്കുന്നു. ഇതിന് ഈട് നൽകേണ്ടതില്ല. എന്നാൽ പബ്ലിക് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങളിൽ നിന്നും നേരിട്ട് സമാഹരിക്കുന്ന നിക്ഷേപങ്ങളാണ് പൊതുനിക്ഷേപങ്ങൾ. അതായത് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് നേരിട്ട് നിക്ഷേപം നടത്തുക. 6 മാസം മുതൽ 3 വർഷം വരെയുള്ള കാലാവധിക്കാണ് പൊതുനിക്ഷേപങ്ങൾ കണക്കാക്കുന്നത്. അപ്പോ റിട്ടൻഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കൈവശ ലാഭം. അതേപോലെ പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഇനി റോൾ ഓഫ് സ്മോൾ സ്കെയിൽ ബിസിനസ് ഇൻ ഇന്ത്യ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ സ്മോൾ സ്കെയിൽ ബിസിനസ് അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രാധാന്യം. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിൽ വളർച്ചയ്ക്ക് ചെറുകിട സംരംഭങ്ങൾ അത്യാവശ്യമാണ്. ഇതിന്റെ ചില പ്രധാന പ്രാധാന്യത്തിൽ ഒന്നാമത്തെ എംപ്ലോയ്മെന്റ്. അതായത് നമുക്കറിയാം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സപ്ലൈ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. ഇവര് സപ്ലൈ ചെയ്യുന്നത് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്, പല തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളാണ്. പിന്നെ ബാലൻസ് റീജിയണൽ ഡെവലപ്മെന്റ്, പ്രാദേശിക വികസന സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അതായത് ചെറുകിട വ്യവസായങ്ങൾ സാധാരണയായി നാട്ടിൻ പുറത്ത് ലഭിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങളും ചെറിയ രീതിയിലുള്ള യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. അതായത് ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ മൂലധനമോ അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന്റെ ചെറിയ ചിലവ്. ഉൽപാദനത്തിന് ആവശ്യമായ അതാത് പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനാൽ ഉൽപാദന ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഉൽപാദന ചെലവ് വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഷോർട്ട് ടൈം ഫിനാൻസിനെ കുറിച്ച്. അതായത് പ്രധാനപ്പെട്ട ഹ്രസ്വകാല വായ്പ ഉറവിടങ്ങളാണ്. അതിലൊന്നാമത്തെ ട്രേഡ് ക്രെഡിറ്റ്, പിന്നെ ബാങ്ക് ക്രെഡിറ്റ്, പിന്നെ അതേപോലെ ബാങ്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതേപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ്, പിന്നെ ഡിസ്കൗണ്ടിങ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ സോഴ്സുകൾ. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ലോങ് ടൈം ഫിനാൻസിനെ കുറിച്ചാണ്. ഈ ലോങ് ടൈം ഫിനാൻസിൽ പ്രധാനമായിട്ടും വരുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഓഹരി വിപണി എന്ന് പറയും. ഒരു വിപണിയുടെ എല്ലാ ഗുണവിശേഷങ്ങളും അടങ്ങിയതാണ് ധനകാര്യ വിപണി. ഇവിടെ വിപണനം ചെയ്യുന്ന ഉൽപ്പന്നം ധനകാര്യ ആസ്തികളായിരിക്കും. ധനകാര്യ വിപണികളെ മണി മാർക്കറ്റ് അല്ലെങ്കിൽ പണം വിപണി എന്നും അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ മൂലധന വിപണി എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റ്, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ധനകാര്യ വിപണി അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള വിപണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി അതില് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മൂലധന വിപണി എന്ന് നോക്കാം. ഏതൊരു രാജ്യത്തിന്റെയും ധനകാര്യ വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് മൂലധന വിപണി. സമ്പാദ്യങ്ങളെ നിക്ഷേപ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്ന സ്ഥാപനവൽകൃതമായ സംവിധാനമാണ്. അതായത് സമ്പാദ്യങ്ങളെ നിക്ഷേപങ്ങളാക്കി മാറ്റുന്നു. അതാണ് മൂലധന വിപണി. ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള സെക്യൂരിറ്റികൾ മൂലധന വിപണിയിലാണ് ക്രയവിക്രയം ചെയ്യുന്നത്. മൂലധന വിപണിക്ക് പ്രൈമറി, സെക്കൻഡറി എന്നിങ്ങനെ പ്രധാന വിഭാഗങ്ങളുണ്ട്. പുതിയ സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രൈമറി മാർക്കറ്റ്. അതായത് ഒരു സ്ഥാപനം ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഓഹരികളും കടപ്പത്രങ്ങളും അതായത് ഏതൊരു രാജ്യത്തിന്റെയും ധനകാര്യ വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് മൂലധന വിപണി എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള സെക്യൂരിറ്റികൾ മൂലധന വിപണിയിലാണ് ക്രയവിക്രയം ചെയ്യുന്നത്. പിന്നെ മൂലധന വിപണിക്ക് പ്രൈമറി, സെക്കൻഡറി എന്നിങ്ങനെ രണ്ട് പ്രധാന വിഭാഗങ്ങളുണ്ട്. പുതിയ സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രൈമറി മാർക്കറ്റ്. അതായത് ഒരു സ്ഥാപനം ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഓഹരികളും കടപ്പത്രങ്ങളും. അതുകൊണ്ട് ഇതിനെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നും പേരുണ്ട്. പഴയ അല്ലെങ്കിൽ നിലവിലുള്ള ലിസ്റ്റഡ് സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് സെക്കൻഡറി. സെക്കൻഡറി മാർക്കറ്റ് പൊതുവെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംഘടിത വിപണിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഗവൺമെന്റ് ഇറക്കുന്ന ഓഹരികൾ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ തുടങ്ങിയവയാണ് സെക്യൂരിറ്റികൾ. ഇനി നമ്മൾ പറയുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. അത് നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു. സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രധാനപ്പെട്ടത് IFCI, അതായത് ഇൻഡസ്ട്രിയൽ നമ്മൾ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് IFCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ സ്ഥാപനമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പാർലമെന്റ് പാസാക്കിയ ഒരു സ്പെഷ്യൽ ആക്ട് അനുസരിച്ച് 1948 ജൂലൈ 1 IFCI നിലവിൽ വന്നു. രാജ്യത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ അർഹമായവർക്ക് ദീർഘകാല വായ്പയോ ഇടക്കാല വായ്പയോ നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പിന്നെ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്വകാര്യ മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകാനായി 1955 ജനുവരിയിൽ സ്ഥാപിതമായതാണിത്. സ്വകാര്യ മേഖലയിൽ വ്യവസായ സ്ഥാപനങ്ങൾ രൂപീകരിക്കുകയും വികസിപ്പിക്കുക, നവീകരിക്കുക എന്നീ നടപടികളെ സഹായിക്കൽ, ഇന്ത്യയിലെ നിക്ഷേപ വിപണിയുടെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ വികസിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക മാനേജ്മെന്റ് സഹായം നൽകുക എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ IDBI. 1964 ജൂലൈയിൽ സ്ഥാപിതമായത് ധനകാര്യ സ്ഥാപനങ്ങളുടെയും വാണിജ്യ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ ഏകീകരിക്കുകയും നിയന്ത്രിക്കുകയും മേൽനോട്ടം നടത്തുകയും ചെയ്യുക, വ്യവസായ വളർച്ച വൈവിധ്യവൽക്കരിക്കുക, ഇവയൊക്കെയാണ് IDBIയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല്? നമ്മൾ ഇനി അടുത്തത് പറയുന്നത് വെഞ്ചർ ക്യാപിറ്റൽ. ഉയർന്ന നഷ്ടസാധ്യതയും ലാഭപ്രതീക്ഷയുമുള്ള സംരംഭങ്ങൾക്ക് മൂലധനം ലഭ്യമാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് വെഞ്ചർ മൂലധന സ്ഥാപനങ്ങൾ. അതായത് ഉയർന്ന റിസ്ക് കൂടുതലായിരിക്കില്ല, ഉയർന്ന നഷ്ടസാധ്യതയും അതേപോലെ ലാഭപ്രതീക്ഷയും ഉണ്ടാവും. പിന്നെ യുവ സംരംഭകരുടെ സാഹസിക പദ്ധതികൾക്ക് പ്രാരംഭ മൂലധനം ലഭ്യമാക്കുന്നതിനും ഭരണ നൈപുണ്യം ഉറപ്പാക്കുന്നതിനും ഇത്തരം സ്ഥാപനങ്ങൾ സഹായിക്കുന്നു. ഗവേഷണ പ്രോജക്റ്റുകളെ വാണിജ്യ സംരംഭങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ട പ്രാരംഭ മൂലധനവും ഭരണപരമായ സഹായങ്ങളും ഉറപ്പാക്കുന്നവയാണ് വെഞ്ചർ സ്ഥാപനങ്ങൾ.
സാധാരണ ഓഹരികളും കടപ്പത്രങ്ങളും നേരിട്ട് വാങ്ങുന്നതിലൂടെയാണ് പ്രാരംഭ മൂലധനം ലഭ്യമാകുന്നത്. വളരെയധികം നഷ്ടസാധ്യതയുള്ളതും വിജയത്തിൽ എത്തിയതായി ഉയർന്ന ലാഭം ലഭിക്കുന്നതുമായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് വെഞ്ചർ ക്യാപിറ്റൽ. സ്ഥാപനങ്ങൾ സാധാരണ ധനകാര്യ സ്ഥാപനങ്ങൾ ധനസഹായം നൽകാൻ മടിക്കുന്ന പ്രോജക്റ്റുകൾക്ക് ഇത്തരം സ്ഥാപനങ്ങൾ ഏറെ സഹായം നൽകുന്നു. 1986-87 കാലത്താണ് ഇന്ത്യയിൽ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. ഗവൺമെന്റ് പ്രഖ്യാപനത്തിലൂടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വെഞ്ചർ ഫണ്ടിന് തുടക്കമിട്ടു. തുടർന്ന് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ വെഞ്ചർ കമ്പനികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ്. തങ്ങളുടെ പൊതുവായ നന്മയ്ക്കായി കോർപ്പറേറ്റ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ട്രസ്റ്റ് സംഘടനയോ ആണ് മ്യൂച്വൽ ഫണ്ട്. അതായത് കോമൺ ആയിട്ട് പൊതുവായ നന്മയ്ക്കായിട്ട് കോർപ്പറേറ്റ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നു. മെമ്പർമാരുടെ സമ്പാദ്യം ശേഖരിച്ച് വൈവിധ്യമേറിയ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ നഷ്ടസാധ്യത കുറയുകയും വരുമാനവും മൂലധന നേട്ടവും വർദ്ധിക്കുകയും ചെയ്യുന്നു. ലാഭം നിക്ഷേപത്തിന്റെ അനുപാതത്തിൽ അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ: ഒന്ന്, നിക്ഷേപകർ കൂടിച്ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു ട്രസ്റ്റാണ് മ്യൂച്വൽ ഫണ്ട്. ഫണ്ട് മാനേജർമാർ നിക്ഷേപകരുടെ പണം സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു. നഷ്ടസാധ്യത കുറയ്ക്കുന്നതിനും സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനും വേണ്ടി വൈവിധ്യമാർന്ന സെക്യൂരിറ്റികളിലാണ് പണം നൽകേണ്ടത്. പിന്നെ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപകർക്ക് ഉയർന്ന ലാഭവും നിക്ഷേപകർക്ക് സുരക്ഷയും നൽകുന്നു. മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകുന്ന ലാഭം നിക്ഷേപത്തിന്റെ അനുപാതത്തിൽ നിക്ഷേപകർക്ക് വീതിച്ചു നൽകുന്നു. യൂണിറ്റുകൾ മടക്കി വാങ്ങുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ റിഡംഷൻ സംബന്ധിച്ചോ യാതൊരുവിധ കാലാവധിയും നിശ്ചയിക്കാതെ വിൽക്കാൻ വേണ്ടി ഓഫർ ചെയ്യുന്ന യൂണിറ്റുകളെ നമ്മൾ ഓപ്പൺ എൻഡഡ് ഫണ്ടുകൾ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടുകളും ഉണ്ട്. പദ്ധതിയുടെ കാലയളവ് വ്യക്തമായി നിശ്ചയിച്ചിട്ടുള്ളതുമായ എല്ലാ പദ്ധതികളും ക്ലോസ് എൻഡഡ് ഫണ്ടുകൾ ആകുന്നു. ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ യൂണിറ്റുകൾ പുറപ്പെടുവിക്കുകയോ ഒരു നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ മടക്കി വാങ്ങുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഓപ്പൺ ഫണ്ട് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റുകൾ മടക്കി വാങ്ങുന്നതോ ഇത് സംബന്ധിച്ചോ അല്ലെങ്കിൽ റിഡംഷൻ സംബന്ധിച്ചോ യാതൊരുവിധ കാലാവധിയും നിശ്ചയിക്കാതെ വിൽക്കാൻ വേണ്ടി ഓഫർ ചെയ്യുന്ന യൂണിറ്റുകളെയാണ് ഓപ്പൺ എൻഡഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ക്ലോസ് എൻഡഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ പദ്ധതിയുടെ കാലയളവ് വ്യക്തമായി നിശ്ചയിച്ചിട്ടുള്ളതുമായ എല്ലാ പദ്ധതികളും ക്ലോസ് എൻഡഡ് ഫണ്ടുകളാകുന്നു. ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ യൂണിറ്റുകൾ പുറപ്പെടുവിക്കുകയോ ഒരു നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ മടക്കി വാങ്ങുകയോ ചെയ്യുന്നില്ല. ഇനി എക്സ്റ്റേണൽ ബോറോവിങ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് എക്സ്റ്റേണൽ ബോറോവിങ്സ് എന്ന് പറഞ്ഞാല്? അതായത് ഇന്ത്യൻ വ്യവസായ മേഖലയിൽ ദീർഘകാല പണലഭ്യത ഉറപ്പാക്കുന്നതിൽ വിദേശ ധനമാർഗങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. വിദേശ വായ്പകൾ, വിദേശ കമ്പനികളുടെ നേരിട്ടുള്ള നിക്ഷേപങ്ങൾ, വിദേശ ഇന്ത്യക്കാരുടെ നിക്ഷേപങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട വിദേശ ധന നിക്ഷേപ മാർഗങ്ങൾ. ഇനി അതിൽ വിദേശ വായ്പകളെ കുറിച്ച് പറയുമ്പോൾ കുറഞ്ഞ പലിശ നിരക്കിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന അനേകം സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതിലൊന്നാമത്തെ IMF, അതേപോലെ AIC, അതേപോലെ ADB അങ്ങനെയുള്ളത്. പിന്നെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവയാണ് ദീർഘകാല ധനസഹായം നൽകുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ. ലോകബാങ്ക് പ്രത്യേക പ്രോജക്റ്റുകൾക്ക് നേരിട്ടോ ഗവൺമെന്റ് ഏജൻസി മുഖേനയോ വായ്പകൾ നൽകാറുണ്ട്. ലോകബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ വ്യവസായ യൂണിറ്റുകൾക്ക് 10 വർഷം വരെയുള്ള വായ്പകൾ നൽകാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് 3 ചാപ്റ്റർ കവർ ചെയ്തു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ടുഡേ വി വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ്.